ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ബീഫ് ചില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അങ്ങനെ ചില്ലിക്ക് വേണ്ടി ബീഫിനായത് ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില്ലി തയ്യാറാക്കാൻ വേണ്ടി സൊമോ സോസ്, പിന്നെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസും പിന്നെ സോയ സോസും, ഇത്ര സോസുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ സവാള ഇങ്ങനെ കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, മുറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പാനിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിന് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഈ പച്ചമുളകും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് സോസുകളൊക്കെ ഒഴിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുത്ത സോസ് ഒഴിക്കാം. എല്ലാതെയും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒന്ന് ഇളക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നെക്സ്റ്റ് ഇതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച്. പിന്നെ നമ്മൾ റെഡ് ചില്ലി സോസ്, അത് അധികം വേണ്ട, കുറച്ച് എരിവുള്ള സാധനമല്ലേ, അപ്പോൾ അത് കുറച്ച് മതി കേട്ടോ. അതിൻ്റെ അടുത്തും കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സോസുകളും തമ്മിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതാ സോയ സോസാണ് ഒഴിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഡാർക്ക് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും. അത് ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഇത് ഡാർക്ക് സോയ സോസാണ് കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം സോയ സോസിൽ ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാലോ, ബീഫ് ചില്ലൊക്കെ കുറച്ച് സ്പൈസ് അധികം ഇല്ലാതെ കുറച്ചൊരു സ്വീറ്റ് ആകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ തീ കുറക്കുന്നുണ്ട് കേട്ടോ. തീ കൂട്ടിയിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് കുറുക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഞാൻ ലാസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പം കണ്ടല്ലേ, നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ കുഞ്ഞായിട്ട് വേണമെങ്കിൽ മുറിക്കാം. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റൊക്കെ ചില്ലിക്ക് ഇങ്ങനെയാണല്ലോ ഉള്ളി കാണല്. അപ്പം ഒരു ഭംഗിക്കും തിന്നാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതിലേക്ക് ക്യാപ്സിക്കം കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ഒരുപാടൊന്നും ഇടണ്ട. ഓക്കെ, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉള്ളി വഴറ്റിയെടുക്കുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ നല്ലോണം വഴറ്റാണ്ട് ശരിയാവില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വഴറ്റിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതാ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഈ ചില്ലി ചിക്കൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തതെന്നില്ല, ഉണ്ടായതുകൊണ്ടൊന്ന് ചേർത്ത് മാത്രം. അത് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി, 2 സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതുപോലെ തന്നെ സോയ സോസും കുറച്ച് ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മതി, കാരണം ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ്. ഇനി നമ്മളെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി വെന്തതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരികയേ വേണ്ടു കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാ നല്ല പോലെ ഫ്രൈ ആയിക്കൊണ്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഫ്രൈ ആയത് അങ്ങനെ തന്നെ എണ്ണയോട് കൂടി തന്നെ ആ ചില്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടാവില്ല, അതും കൂടി ഒന്ന് ബീഫിൻ്റെ ഇതിലേക്ക് ചില്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തിളപ്പിച്ച് നല്ല പോലെ ഇളക്കുക. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ പേടിക്കേണ്ട, വെള്ളമായി പോകുന്നില്ല നമ്മൾ ഇളക്കുന്നോറും. കാരണം നമ്മൾ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കുറേ മധുരത്തിൻ്റെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയണം, മധുരത്തിൻ്റെ സാധനം കുറുങ്ങി വരും. ഈ പഞ്ചസാരക്ക് കുറുങ്ങാൻ ചാൻസ് കൂടുതലുള്ള സാധനമാണ് കേട്ടോ.
അപ്പം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തീൻ്റെ കൂടെ ജസ്റ്റ് എടുത്ത് കാണിക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബീഫ് ചില്ലി ഇന്നത്തെ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഏകദേശം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ചിക്കൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ചിക്കനേക്കാളും ബീഫ് ചില്ലി റെഡിയാക്കുമ്പോഴാണ് പിന്നെയും ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് ചില്ലിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടും എപ്പോഴും ചിക്കൻ ചില്ലി മാത്രം നമ്മൾ ബീഫ് എപ്പോഴും അധികം നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് കറി വെക്കാം, അല്ലെങ്കിൽ വരട്ടുക, അല്ലെങ്കിൽ ബിരിയാണി വെക്കാം, അത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നമ്മളെപ്പോൾ ചിക്കൻ ചില്ലി ആക്കുന്നതിന് പകരം ഇടയ്ക്കൊന്ന് ബീഫ് ഇതുപോലെ ചില്ലിയാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആണ്. ടാറ്റാ ബൈ.